PSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. ഇത് SCERT ബുക്ക് അതിലൊരു ചാപ്റ്റർ പഠിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് SCERT പഠിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ SCERT ബുക്ക് നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ലക്ഷ്യയുടെ SCERT ബുക്കാണ്. അത് ഞാൻ സയൻസിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെയും രണ്ടിൻ്റെയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ലക്ഷ്യമല്ല, പല കമ്പനിയുടെ ഉണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു നല്ല ബുക്ക് തന്നെയാണ്. മറ്റു കമ്പനികൾ ഇറക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയത് അതായതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാനൊന്നും നിർബന്ധമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ SCERTയുടെ ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാവുന്നതാണ് കേട്ടോ. വെറുതെ വാങ്ങി പൈസ കളയണമെന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ഉപയോഗിക്കുന്ന റാങ്ക് ഫയലും സെയിം കമ്പനിയുടെ തന്നെ ആയതുകൊണ്ട്, അവരുടെ ബുക്ക് തന്നെ ആയതുകൊണ്ട് ആ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് SCERT ബേസ്ഡ് എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് SCERT ഫാക്ട്സ് അതിൽ ഓൾറെഡി ഉണ്ടെങ്കിലും ചിലതൊന്നും എന്താ പറയുക ഇല്ലാത്തതുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ SCERT എക്സാമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ പോയിൻറ്റും വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ നോക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു SCERT ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു GK ടോപ്പിക് എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു GK ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത SCERT പാഠം ഉണ്ടായിരിക്കും. അതിലൊരു ചാപ്റ്റർ ഉണ്ടായിരിക്കും, 1-2 ചാപ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഒപ്പം ഞാൻ ആ ഒരു SCERTയിലത്തെ ചാപ്റ്ററും കൂടെ പഠിച്ചു പോകും. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു റാങ്ക് ഫയൽ SCERT ബേസ്ഡ് ആണെങ്കിൽ കൂടെ ഇല്ലാത്ത കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് റാങ്ക് ഫയലുള്ള ഫാക്ട്സ് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ SCERT ബുക്കിലുള്ളത് വായിക്കുന്നത്, ചിലതില്ലാത്തതുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, പെട്ടെന്ന് നമുക്കത് പഠിച്ചു തീർക്കാനും പറ്റും. രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. ചിലരൊക്കെ അങ്ങനെ ആയിരിക്കില്ല, SCERT ചിലപ്പോൾ SCERT എന്താ പറയുക, ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു SCERTയിലെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നവരായിരിക്കും ചിലർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഏതൊരു GK ടോപ്പിക് എടുക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത SCERT അതിൻ്റെ ഒപ്പം കംപ്ലീറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എനിക്കത് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അത് ഒരുമിച്ച് പഠിച്ച് പോകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നും കൂടെ ഒന്നൊരു കമൻറ്റ് ചെയ്യാം. അപ്പോൾ SCERTയിലത്തെ ടോപ്പിക്കൊക്കെ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഇനി എന്താണ്, GK പോർഷൻസ് നമ്മൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് നല്ലത്. കാരണം കൂടുതലും GK ആണ് നമുക്കിപ്പോൾ പഠിച്ചു തീർക്കാനുള്ളത് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും മലയാളം അതുപോലെ മാത്സൊക്കെ ഇപ്പം സിലബസ് കുറച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് കറണ്ട് അഫെയർസാണ്. ഇപ്പോൾ കറണ്ട് അഫെയർസ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ട് മീൻസ് എനിക്ക് പഠിക്കാൻ കുറച്ച് മടിയുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫെയർസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റേ കറണ്ട് അഫെയർസിൻ്റെ ബുക്ക് ഇറങ്ങുമല്ലോ, അത് വാങ്ങിക്കാറുണ്ട്. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ PSC ബുള്ളറ്റിൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കറണ്ട് അഫെയർസിൻ്റെ ആനുകാലികം എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ എടുത്ത് വയ്ക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഓരോ മന്ത്ലി വൈസ് ഉള്ളത് കിട്ടും. അപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. കാരണം എല്ലാം കൂടെ പഠിച്ച് എത്തിക്കാൻ പറ്റില്ല കറണ്ട് അഫെയർസ്. എങ്കിൽ നമുക്കത് വിട്ട് കളയാനും പറ്റാത്തൊരു ടോപ്പിക്കാണ്. കാരണം ഇപ്പോൾ അത് 10 മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 20 മാർക്കോളം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വിട്ട് കളയാനും പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാതും എന്നെക്കൊണ്ട് പഠിക്കാനും പറ്റുന്നില്ല. എനിക്ക് കുറച്ച് മടിയുള്ളതായതുകൊണ്ട് ആ ഒരു കറണ്ട് അഫെയർസ് മാത്രം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതി അതാണ്. ഇപ്പോൾ PSC ബുള്ളറ്റിനിലത്തെ കറണ്ട് അഫെയർസാണ് മെയിനായിട്ട് നോക്കുന്നത്. ഒപ്പം എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിന്നും അവിടെ സാറും പറഞ്ഞു തരും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അങ്ങനെ വായിച്ചു വിടാണ് പതിവ്.
അപ്പം ഡെയിലി ഇങ്ങനെ പഠിച്ച് കറണ്ട് അഫെയർസ് പഠിച്ച് പോകാമെന്നുള്ള രീതി ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. സമയം കിട്ടുമ്പോൾ വായിക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്, ഓരോ മന്ത്ലി വൈസ് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2020 ജാനുവരി തൊട്ട് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ കേട്ടോ. 2019 ഇപ്പം ഞാൻ അങ്ങനെ നോക്കുന്നില്ല. 2020 ജാനുവരി തൊട്ട് ഇപ്പോൾ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ളത് വരെ ഇങ്ങനെ നോക്കി പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കറണ്ട് അഫെയർസ് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് പറയുക. അപ്പോൾ അതെനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം എന്നെ സംബന്ധിച്ച് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് കുറച്ച് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കറണ്ട് അഫെയർസിൽ എന്താ പറയുക, ഡെയിലി പത്രം വായിച്ചിട്ടൊക്കെ നോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ശീലമില്ല കേട്ടോ. അതാണ് എനിക്ക് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്നുണ്ടായിരുന്നത്. അപ്പം എന്താണ്, ഇപ്പോഴാണെങ്കിൽ കുറേ ആപ്ലിക്കേഷൻസ് അതുപോലെ യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഡെയിലി കറണ്ട് അഫെയർസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിച്ചാലും മതി. പക്ഷെ അത് കറണ്ട് അഫെയർസ് പഠിക്കാനുള്ളൊരു മടി കാരണമാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഒരിക്കലും അങ്ങനെ വിട്ട് കളയരുത്. അറ്റ്ലീസ്റ്റ് ആ PSC ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലത്തെ കറണ്ട് അഫെയർസ് എങ്കിലും പഠിക്കാൻ നോക്കുക. പിന്നെ കറണ്ട് അഫെയർസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ്, കൂടുതലും അവാർഡുകൾ, അതുപോലെ പുതിയ നിയമനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിൽ, അതുപോലെ അതിനുശേഷം ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനത്തെ നിയമനങ്ങൾ, അവാർഡുകൾ, സ്പോർട്സ് ആയാലും കല, ശാസ്ത്രം, ഈ മേഖലകളിലൊക്കെയുള്ള അവാർഡുകൾ, പിന്നെന്താണ്, അതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കിയുള്ളത് നോക്കുക. പിന്നെ ഈ മിനിസ്റ്റേഴ്സിനെയൊക്കെ നോക്കി വയ്ക്കണം കറണ്ട് അഫെയർസിൽ. അങ്ങനെയാണ് ഞാൻ നോക്കുന്നൊരു രീതി എന്ന് പറയുന്നത്. പിന്നെ സയൻസ് സബ്ജക്റ്റും ഞാൻ ഇതുപോലെ തന്നെയാണ്. SCERT അതിൻ്റെ SCERT ബുക്ക് ഉണ്ട് അപ്പോൾ കയ്യിൽ. അപ്പോൾ അതും ഇതേപോലെ റാങ്ക് ഫയൽ വെച്ചിട്ട് നമ്മൾ ഏത് പോർഷനാണോ സയൻസ് നോക്കുന്നത്, അപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, ബയോളജി ആണെങ്കിൽ ബയോളജി, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERTയിലെ ചാപ്റ്റർ എടുക്കും. അപ്പോൾ അതും അതിൻ്റെ കൂടെ അങ്ങനെ വായിച്ചു വിടും. പിന്നെ നോട്ട്സ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നോട്ട്സ് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ നോട്ട്സ് ഞാൻ മുന്നേ പഠിക്കുന്ന സമയത്ത് തയ്യാറാക്കിയ കുറച്ച് നോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോട്ട്സ് എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ SCERT വായിക്കുമ്പോൾ ചിലപ്പോൾ പുതിയ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു നോട്ട്സിൻ്റെ കൂടെ അതും ആഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്കും വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പലർക്കും പല രീതിയായിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. പലർക്കും പല തലത്തിൽ പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണെന്നുള്ളതും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്